السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين മുഹമ്മദ് ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. സ്നേഹമുള്ള പഠിതാക്കളെ, സൂറത്തു സുഖ്റൂഫിലെ 31 മുതൽ 35 വരെയുള്ള ആയത്തുകൾ ഇന്ന് നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. ആദ്യമായി അതിൻ്റെ പാരായണം ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. وقالوا لولا نزل هذا القرآن على رجل من القريتين عظيم. أهم يقسمون رحمة ربك نحن قسمنا بينهم معيشتهم في الحياة الدنيا ورفعنا بعضهم فوق بعض درجات ليتخذ بعضهم بعضا سخريا. بعضا سخريا. ورحمة ربك خير مما يجمعون. ولولا أن يكون الناس أمة واحدة لجعلنا لمن يكفر بالرحمن لبيوتهم سقفا من فضة ومعارج عليها يظهرون. لبيوتهم سقفا من فضة ومعارج عليها يظهرون. ولبيوتهم أبوابا وسررا عليها يتكئون. وزخرفا. وإن كل ذلك لما متاع الحياة الدنيا والآخرة عند ربك للمتقين. 31-ാമത്തെ ആയത്ത്.
وقالوا لولا نزل هذا القرآن على رجل من القريتين عظيم. വഖാലു അവർ പറയുകയും ചെയ്തു, ആ മക്ക മുശ്രിക്കുകൾ, ലൗല നുസ്സില ഇത് ഇറങ്ങാത്തതെന്താണ്, അല്ലെങ്കിൽ ഇറങ്ങുകയല്ലേ വേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഇതെന്തുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ടില്ല, ഹാദൽ ഖുർആനു ഈ ഖുർആൻ എന്തുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ടില്ല, അലാ റജുലിൻ ഒരാൾക്ക്, മിനൽ ഖറിയത്തൈനി ഈ രണ്ട് പട്ടണങ്ങളിൽ നിന്ന്, അലീം മഹാനായ മഹത്വമുള്ള ഒരാൾക്ക് എന്തുകൊണ്ട് ഇത് അവതരിച്ച് കിട്ടിയില്ല. ഈ ആയത്തിൽ പറയുന്നത് മക്ക മുശ്രിക്കുകൾ പറഞ്ഞ മറ്റൊരു ദുർന്യായമാണ്. പല കാരണങ്ങളും അവർ പറഞ്ഞു, ഇസ്ലാം ഉൾക്കൊള്ളാതിരിക്കാൻ, ഖുർആൻ വിശ്വസിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാതിരിക്കാൻ പല പല ന്യായങ്ങളും അവർ പറഞ്ഞു. അവരുടെ കുഫിരിയത്തിൻ്റെ, അവർ അള്ളാഹുവിനെ വിട്ട് മറ്റ് പലതിനെയും ആരാധിക്കുന്നതിന് അവർ പറഞ്ഞൊരു ന്യായം അള്ളാഹുവിൻ്റെ പുത്രിമാരാണ് മലക്കുകൾ എന്നാണ്. മറ്റൊരു ന്യായം അവർ പറഞ്ഞത് അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇവയൊക്കെ ആരാധിക്കുന്നത്, കാരണം അള്ളാഹുവിൻ്റെ ഉദ്ദേശമില്ലാതെ ഒന്നും നടക്കില്ലല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ആരാധിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്, അതിനുള്ള കഴിവുണ്ട് തന്നതും ഇതിങ്ങനെ നടക്കാൻ പറ്റുന്നതും, ഇങ്ങനെയൊക്കെ അള്ളാഹു അല്ലാത്ത ഇവരെയൊക്കെ വിളിച്ച് തേടാനും പ്രാർത്ഥിക്കാനും ഇവർക്ക് ഇബാദത്ത് ചെയ്യാനൊക്കെ പറ്റുന്നത് അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ്, അപ്പോൾ അത് അള്ളാഹുവിന് ഇഷ്ടമായത് കൊണ്ടാണല്ലോ ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ന അവരുടെ രണ്ടാമത്തെ ഒരു ന്യായം. പിന്നെ അവർ മുമ്പ് വേറെ ന്യായം പറഞ്ഞു, ഞങ്ങളുടെ പൂർവ്വപിതാക്കളെ കാക്കക്കാരണവന്മാരായിട്ട് ഞങ്ങൾ കണ്ടുവരുന്നത് ഇങ്ങനെയാണ്, അവരെ പിന്തുടർന്നുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും നേർമാർഗം പ്രാപിക്കുമെന്ന് പറഞ്ഞു. വേറൊരു കാരണം അവർ പറഞ്ഞു, ഈ ഖുർആൻ അതൊരു ജാലവിദ്യയാണ്, ചിലരൊക്കെ അത് ഉൾക്കൊള്ളുന്നുണ്ട്, ചില പൊട്ടന്മാരൊക്കെ അത് അംഗീകരിക്കുന്നുണ്ട്, അതൊക്കെ ഒരു ജാലവിദ്യ മാത്രമാണ് ഖുർആൻ എന്നവർ പറഞ്ഞു. ഇങ്ങനെ 3-4 ന്യായങ്ങൾ അവർ പറഞ്ഞു. തുടർന്നു കൊണ്ട് ഇതിലെ ഓരോ ന്യായത്തിനെയും അള്ളാഹു ഗണ്ണിച്ചു. ഓരോ ന്യായത്തിനും അവർ പറയുന്ന ന്യായത്തിന് ഉള്ള ബലഹീനത, അല്ലെങ്കിൽ അത് എത്രമാത്രം ദുർബലമാണ് അവരുടെ ന്യായം എന്ന് അള്ളാഹു അതിന് അതാത് സമയത്ത് അതാത് ആയത്തുകളിലൂടെ പിന്നെ അള്ളാഹു അതിനെ നിഷേധിക്കുകയും ചെയ്തു. ഇവരുടെ ന്യായങ്ങളൊന്നും ശരിയല്ല എന്ന് പറയുകയും ചെയ്തു. പിന്നെ അവർ പറയുന്ന മറ്റൊരു ന്യായമാണ്, ഈ വിശുദ്ധ ഖുർആൻ ലൗലാ നുസ്സില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖറിയത്തൈനി അളീം, ഞങ്ങൾക്ക് ഇന്നറിയപ്പെടുന്ന 2 പ്രബലമായ പട്ടണമായ 2 രാജ്യങ്ങൾ, ഒന്ന് മക്കയും ഒന്ന് ത്വായിഫും, ഈ 2 രാജ്യങ്ങളിലുള്ള ഏതെങ്കിലും പ്രശസ്തനായ ഒരു വ്യക്തിക്കല്ലേ ഈ വിശുദ്ധ ഖുർആൻ കിട്ടേണ്ടത്. മുഹമ്മദ് എന്ന ആള്, അല്ലെങ്കിൽ നീ അബ്ദുള്ളയുടെ മകനായ മുഹമ്മദ് ഒരു അനാഥനായിട്ട് വളർന്നു, നീ നാട്ടിൽ പ്രശസ്തനല്ല, നീ ഒരു അധികാരസ്ഥനല്ല, നിനക്ക് വേറെ ഏതെങ്കിലും സാമ്പത്തികമായ ഉയർച്ച നിനക്കില്ല, ഒന്നുമില്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു സാധാരണക്കാർ, അത് മാത്രമല്ല സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരനാഥ ബാലനായി വളർന്ന്, നോക്കാനും വളർത്താനും ആരുമില്ലാതെ, പിതാവില്ലാതെ മാതാവില്ലാതെ എല്ലാം നേരത്തെ തന്നെ മരണപ്പെട്ടു പോയി, കുടുംബാംഗങ്ങളും കാര്യമായിട്ടൊന്നും നിന്നെ സംരക്ഷിക്കാനില്ലാത്ത, അല്ലേ, അങ്ങനെയല്ലേ, അങ്ങനെ ഒരാളായ, നാട്ടിലെ അപ്രശസ്തനായ ഒരാളായ നിനക്കല്ലല്ലോ ഇത് അവതരിച്ച് കിട്ടേണ്ടത്, അത് കിട്ടേണ്ടത് ഞങ്ങളെ ഈ നാട്ടിലുള്ള മക്കയിലുള്ള പ്രമാണിമാരിൽ ഒരാൾക്ക്, അല്ലെങ്കിൽ ഈ മക്ക രാജ്യത്തേക്ക് സർവ്വ ഭക്ഷ്യവിഭവങ്ങളും ലഭ്യമാക്കുന്ന ത്വായിഫ്, അതാണ് കൃഷി, അവരുടെ ഫലഭൂയിഷ്ടമായ കൃഷിയിടമായിരുന്നു ത്വായിഫ്, ആ ത്വായിഫിൽ നിന്നുള്ള ഒരു പ്രശസ്തനായ വ്യക്തിക്ക് അതൊക്കെയല്ലേ ഇത് കിട്ടേണ്ടത് എന്നാണ് അവർ പറയുന്നത്. അതായത് അവരുദ്ദേശിക്കുന്നത് മക്കയാണെങ്കിൽ വലീദ് ബിൻ മുഗീറക്ക് കിട്ടണം. ആ വലീദ് ബിൻ മുഗീറയാണ് മക്കയിലെ അന്നത്തെ അവസ്ഥയിലുള്ള സാമ്പത്തികമായും മറ്റ് അവരുടെ എല്ലാവരും അംഗീകരിക്കപ്പെടുന്നതുമായ ഒരു വ്യക്തി വലീദ് ബിൻ മുഗീറയാണ്. ആ വലീദിനല്ലേ കിട്ടേണ്ടത്. ത്വായിഫിലാണെങ്കിൽ ഉർവത്ത് ബിൻ മസ്ഊദ് എന്ന സഖീഫ് വിഭാഗത്തിൽപ്പെട്ട അദ്ദേഹമാണ് ത്വായിഫിലെ ഏറ്റവും പ്രശസ്തനായ വ്യക്തി അന്ന്. ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അല്ലേ കിട്ടേണ്ടത്, അല്ലാതെ നിനക്കൊന്നുമല്ലല്ലോ കിട്ടേണ്ടത് എന്ന് അവരുടെ മറ്റൊരു ദുർന്യായമാണ് ഈ 31-ാമത്തെ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. 32-ാമത്തെ ആയത്ത്, അഹും യഖ്സിമൂന റഹ്മത റബ്ബിക് നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ വറഫഅനാ ബഅ്ളഹും ഫൗഖ ബഅ്ളിൻ ദറജാതിൻ ലിയത്തഖിദ ബഅ്ളുഹും ബഅ്ളൻ സുഖ്രിയ്യ വറഹ്മതു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ. അള്ളാഹുവിൻ്റെ ചോദ്യം. ഇവർ പറഞ്ഞല്ലോ, ഇത് ഈ ഖുർആൻ അവതരിക്കേണ്ടത്, അല്ലെങ്കിൽ ഖുർആൻ ലഭിക്കേണ്ടത് വലിയ പ്രമാണിമാരായ ഞങ്ങളെ 2 രാജ്യങ്ങളിലുള്ള ആരെങ്കിലും ഒരാൾക്കാണ് കിട്ടേണ്ടത്. അതിന് അള്ളാഹു പറയുന്ന മറുപടി നോക്ക് നിങ്ങൾ, അഹും അവരാണോ,
യഖ്സിമൂന വിഭജിച്ച് നൽകുന്നത് അല്ലെങ്കിൽ പങ്കുവെച്ചു കൊടുക്കുന്നത്, റഹ്മത്ത് കാരുണ്യം അല്ലെങ്കിൽ അനുഗ്രഹം, റബ്ബിക്ക നിന്റെ റബ്ബിൻ്റെ നിന്റെ നാഥൻ്റെ കാരുണ്യം അവരാണോ പങ്കുവെച്ചു കൊടുക്കുന്നത്? ഓൽക്ക് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയാണല്ലോ, അവർക്കിഷ്ടമുള്ള വ്യക്തികൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം പങ്കുവെച്ചു കൊടുക്കുന്നത് ഇവരാണോ? അള്ളാഹ് പറയാ നെഹ്നു എന്നാലേ നമ്മളാണ്, ഖസംന വിഭജിച്ച് നൽകുന്നത് അല്ലെങ്കിൽ ഓഹരി വെച്ച് കൊടുക്കുന്നത്, ബൈനഹും അവർക്കിടയിൽ, മഈശതഹും അവരുടെ ജീവിതമാർഗം, ഫിൽ ഹയാത്തി ജീവിതത്തിൽ, അദ്ദുനിയ ഭൗതികമായ അല്ലെങ്കിൽ ഇഹലോക ജീവിതത്തിൽ. അപ്പോൾ ഇഹലോക ജീവിതത്തിൽ ഐഹിക ജീവിതത്തിൽ ജീവിത വിഭവങ്ങളൊക്കെയും വിഭജിച്ച് നൽകുന്നത് നമ്മളാകുന്നു. ഒന്ന് അള്ളാഹുവിന് പറയാനുള്ളത്. വറഫഅന നാം ഉയർത്തുകയും ചെയ്തിരിക്കുന്നു, ബഅ്ലഹും അവരിൽ ചിലരെ ഫൗഖ ബഅ്ലിൻ മറ്റു ചിലരുടെ മുകളിലായിട്ട്. അപ്പോൾ ചിലരെ മറ്റു ചിലരെക്കാളും ഉയർത്തി. ദറജാത്തിൻ വിവിധ തരത്തിലുള്ള പടികളായി ഉയർത്തി. ലിയത്തഹിദ ബഅ്ലുഹും അവരിൽ ചിലര് ആവത്തക്ക വിധം, ബഅ്ലൻ മറ്റു ചിലരുടെ സുഖ്രിയൻ കീഴാളന്മാരായി വരാൻ പര്യാപ്തമായ വിധത്തിൽ. അപ്പോൾ ചിലർ മറ്റു ചിലരെ കീഴാളന്മാർ ആക്കി വെക്കാൻ അല്ലെങ്കിൽ അവരുടെ ജോലിക്കാരോ പിന്നെ അവരുടെ കീഴിൽ ജീവിക്കുന്നവരോ ഒക്കെ ആക്കി വെക്കാൻ വേണ്ടി ചിലരെ മറ്റു ചിലരെക്കാളും ചില പദവികൾ നാം കൊടുത്തുയർത്തി. ഭൗതികമായ പദവികൾ അതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഐഹിക ലോകത്തുള്ള പദവികൾ. വ റഹ്മത്തു കാരുണ്യം, റബ്ബിക്ക നിന്റെ റബ്ബിൻ്റെ കാരുണ്യം അല്ലെങ്കിൽ നിന്റെ റബ്ബിൻ്റെ അനുഗ്രഹം, ഖൈറുൻ അതാവുന്നു ഏറ്റവും നല്ലത്, മിമ്മ യജ്മഊൻ അവർ ശേഖരിച്ച് വെക്കുന്നതിനേക്കാളും നല്ലത് നിന്റെ റബ്ബിൻ്റെ അനുഗ്രഹമാകുന്നു. ഈ ആയത്തിൽ അള്ളാഹു ചോദിക്കുന്ന ചോദ്യം അതാണ്, അവരുടെ ന്യായതാണല്ലോ. എന്ത് ഇതൊക്കെ വലിയ കാര്യപ്പെട്ട ആൾക്കാർക്കാണ് ഈ വിശുദ്ധ ഖുർആൻ കിട്ടേണ്ടത്, നിന്നെപ്പോലെ മുഹമ്മദിനെ പോലെയുള്ള ദുർബലന്മാരായ അപ്രശസ്തരായ വ്യക്തികൾക്കല്ല കിട്ടേണ്ടത് എന്നുള്ള അവരുടെ ന്യായത്തിന് അള്ളാഹുവിൻ്റെ മറുപടി, അള്ളാഹു കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ബർക്കത്ത് അതെല്ലാം ഇവരാണോ ഓഹരി വെച്ച് കൊടുക്കുന്നത്? ഓർക്ക് തോന്നുന്നവർക്ക് ഇങ്ങനെ എന്നാ വലീദ് മുഗീറക്ക് കുറേ സ്വത്ത് ഇവർ കൊടുത്തതാ, കുറേ സ്വത്ത് ഇവർ കൊടുത്തതാ, മുഗീറക്ക് കുറേ അധികാരം ഇവർ കൊടുത്തതാ, മുഗീറയെ നാട്ടിൽ വേണ്ടപ്പെട്ട രൂപത്തിൽ ആയി മുഗീറ ഇവരാക്കി വെച്ചതാ? ഇതാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. അപ്പോൾ ഓരോരുത്തർക്കും അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങൾ എത്രയാണോ എന്താണോ വേണ്ടത് വെച്ചാൽ അത് അവൻ കൊടുത്തതല്ലേ, ഇവർ കൊടുത്തതാ? അങ്ങനെയാണല്ലോ. ഇതൊക്കെ ഇവരൊക്കെ കൂടെ ഉണ്ടാക്കി കൊടുത്തതാണെങ്കിലാണല്ലോ ഓൽക്ക് ചോദിക്കുക, എന്നാൽ പിന്നെ മുഹമ്മദ് ഞങ്ങൾ തന്നെ ഖുർആൻ കൊടുക്കട്ടെ എന്ന്. അല്ലല്ലോ. എന്നിട്ട് അള്ളാഹ് പറഞ്ഞെന്താ, നമ്മളല്ലേ ജീവിതത്തിലുള്ള വിഭവങ്ങളൊക്കെയും ഓരോരുത്തർക്കുമായിട്ട് വിഭജിച്ച് നൽകുന്നത്. ആർക്ക് എത്ര കിട്ടണം? ഇന്ന് ലോകത്തിൻ്റെ സ്ഥിതി ആലോചിച്ച് നോക്കൂ. ചിലർക്കൊക്കെ സാമ്പത്തികമായി ഉന്നതമായ നിലവാരത്തിൽ ചിലരെത്തും, വേറെ ചിലർ വളരെ താഴ്ന്ന ഭാഗത്തായിരിക്കും അവരുണ്ടാവുക. എല്ലാവരും ഒരുപോലെ തുല്യരാവണം എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല, നടക്കാത്ത കാര്യമാണ്. അങ്ങനത്തെ സോഷ്യലിസമൊക്കെ ഇവിടെ ലോകത്ത് വന്നു പോയതാണ്. അതൊന്നും പ്രാവർത്തിയാക്കാൻ ആർക്കോട്ട് സാധിച്ചിട്ടില്ല. അത് അള്ളാഹു അങ്ങനെയാണ് ഭൂമിയെ പടച്ചിട്ടുള്ളത്. ഒരു കുന്നുണ്ടാകും, ഒരു കുഴിയുണ്ടാകും. അതങ്ങനെയാണ് ലോകത്തിൽ. ഒരു കയറ്റമുണ്ടാകും, ഒരു ഇറക്കമുണ്ടാകും. ആ ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. അതാ തുടർന്ന് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്. എന്തിനാ ഇങ്ങനെ ഭൗതിക ജീവിതത്തിലെ ജീവിത വിഭവങ്ങൾ ഓരോരുത്തർക്കും അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് വിഭജിച്ച് നൽകിയത്? അതുപോലെ ചിലരെ മറ്റു ചിലരെക്കാളും നമ്മൾ ഉയർത്തിയത്, സ്ഥാനമാനങ്ങളിൽ അധികാരങ്ങളിലൊക്കെ ചിലരെ ഉയർത്തി വെച്ചത് എന്തിനാ? ലിയത്തഹിദ ബഅ്ലുഹും ബഅ്ലൻ സുഖ്രിയന ചിലർ മറ്റു ചിലരെ അടക്കി ഒതുക്കി നിർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കീഴൊതുങ്ങി നിൽക്കുന്നവരാക്കുന്നതിന് വേണ്ടി. എല്ലാവരും ഒരുപോലെയായി, ആർക്കും ആരെയും ആശ്രയിക്കേണ്ട ഒരവസ്ഥ വന്നില്ല. എല്ലാവരും സ്വയം പര്യാപ്തരാണ്. പിന്നെ ഈ ലോകം നിലനിൽപ്പുണ്ടാവുമോ? അല്ലെങ്കിലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ലല്ലോ. എല്ലാവരും സ്വയം പര്യാപ്തരായ ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഒരാൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അയാൾക്ക് ഉണ്ടാക്കാൻ കഴിയുമോ? ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും അയാളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ? കൃഷി ആ ഒരു വീട്ടിലേക്ക് ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായ എല്ലാ തരം കൃഷിയും അയാൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ? ചിലപ്പോൾ നെല്ലുണ്ടാക്കാൻ സാധിച്ചേക്കാം, അല്ലെങ്കിൽ ഗോതമ്പുണ്ടാക്കാൻ സാധിച്ചേക്കാം. പിന്നെ അത് മാത്രം മതിയോ? പിന്നെ അതിലേക്ക് എന്തെല്ലാം സാധനങ്ങൾ ചേരണം അല്ലേ? പലതരത്തിലുള്ള മസാലകൾ വേണം, ഉപ്പ് വേണം, മുളക് വേണം, തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും വേണം. വെള്ളം വേണം അല്ലേ? തീ കത്തിക്കാനുള്ള സൗകര്യങ്ങൾ, അതിനെന്താ വെള്ളമോ ഗ്യാസോ വിറകോ കറണ്ടോ എന്താ വെച്ചാൽ അത് വേണം. ഈ കറണ്ട് ഇവന് സ്വന്തം ഉണ്ടാക്കാൻ കഴിയുമോ? ഗ്യാസ് ഇവന് സ്വന്തമായിട്ട് കുഴിച്ചെടുക്കാൻ കഴിയുമോ? അപ്പം അങ്ങനെ സ്വയം പര്യാപ്തരാവുക എന്നുള്ള ഒരു അവസ്ഥയുണ്ടാവില്ല. അപ്പം അതിനെന്ത് വേണം? പരസ്പരം ആശ്രയിക്കേണ്ടി വരും. ആ പരസ്പരം ആശ്രയിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നതിന് വേണ്ടിയാണ് അള്ളാഹു
ചിലരെ ഉന്നതന്മാരും ചിലരെ ലേശമൊക്കെ താഴെയുള്ളവരുമൊക്കെ ആക്കി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അതിനു വേണ്ടിയാണ്. അത് വലിയൊരു തത്വമാണ്. എന്നിട്ട് അള്ളാഹ് പറയുന്നത് എന്താ, റഹ്മത്തു റബ്ബിക ഖൈറു മിമ്മ യജ്മഊൻ. എന്നാൽ ദുനിയാവിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരുപാട് സമ്പത്തുകളായിട്ടും മറ്റുമൊക്കെ അള്ളാഹു നിങ്ങൾക്ക് അവൻ്റെ അനുഗ്രഹങ്ങൾ അവൻ്റെ കാരുണ്യങ്ങൾ അള്ളാഹ് നിങ്ങൾക്ക് നൽകും. അതൊക്കെ ദുനിയാവിലെ വിഭവമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. യഥാർത്ഥത്തിലുള്ള വിഭവം, ഏറ്റവും ഉത്തമമായ വിഭവം അത് പരലോകത്ത് കിട്ടുന്നതാണ്. അതുകൊണ്ട് നിങ്ങളിവിടെ എന്തൊക്കെ ശേഖരിച്ചു വെക്കുന്നുണ്ടോ അതിനേക്കാളുമൊക്കെ ഉത്തമമായത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള കാരുണ്യമാവുന്നു എന്ന ഒരു ബോധവും കൂടെയാണ് പടച്ച റബ്ബ് ഈ ആയത്തിൻ്റെ അവസാനമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. 34-ാമത്തെ ആയത്തിൽ വീണ്ടും അള്ളാഹു പറയുക, ഈ ദുനിയാവിൽ ഏറ്റക്കുറച്ചിലുകൾ സാമ്പത്തിക മേഖലയിലും മറ്റുമൊക്കെ അല്ലേ ഏറ്റപ്പറ്റുകൾ ഉണ്ടാവുന്നതിൻ്റെ കാരണം. അത് അള്ളാഹു വീണ്ടും ഈ ആയത്തിൽ ഒന്നുകൂടെ വിശദീകരിക്കുക. വലൗലാ അൻ യകൂന الناس أمة واحدة لجعلنا لمن يكفر بالرحمن لبيوتهم سقفا من فضة ومعارج عليها يظهرون. 33-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുക, വലൗല അല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇല്ലായിരുന്നുവെങ്കിൽ, അയ്യക്കൂന ആവൽ ഇല്ലായിരുന്നുവെങ്കിൽ, ഇങ്ങനെ ആകുമായിരുന്നില്ലെങ്കിൽ എന്നർത്ഥം. അന്നാസു ജനങ്ങൾ ആകുമായിരുന്നില്ലെങ്കിൽ, വലൗല അയ്യക്കൂൻ അന്നാസു ജനങ്ങൾ ആകുമായിരുന്നില്ലെങ്കിൽ, ലൗല ഇല്ലായിരുന്നുവെങ്കിൽ, അയ്യക്കൂന ആവൽ ഇല്ലാതാകുമായിരുന്നുവെങ്കിൽ, അന്നാസു ജനങ്ങൾ. അപ്പോൾ വലൗല അയ്യക്കൂൻ അന്നാസു ജനങ്ങൾ ആവുമായിരുന്നില്ലെങ്കിൽ, ഉമ്മത്തൻ സമൂഹമാകുമായിരുന്നില്ലെങ്കിൽ, വാഹിദത്തൻ ഒരൊറ്റ സമൂഹം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ദുഷിച്ച ഒരു സമൂഹം ആകുമായിരുന്നില്ലെങ്കിൽ, ആയി മാറുമായിരുന്നില്ലെങ്കിൽ എന്നർത്ഥം. അപ്പോൾ മുഴുവൻ മനുഷ്യരും അവരൊക്കെയും ദുഷിച്ച ഒരു സമൂഹമായി മാറും എന്ന ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നില്ലെങ്കിൽ, ലജഅൽന തീർച്ചയായും നാം ഉണ്ടാക്കുമായിരുന്നു, ലിമൻ യക്ഫുറു നിഷേധിക്കുന്നവന്, ബിർറഹ്മാനി പരമകാരുണികനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവന് നമ്മൾ ഉണ്ടാക്കിക്കൊടുക്കുമായിരുന്നു, ലിബുയൂത്തിഹിം അവരുടെ വീടുകൾക്ക്, സുഖുഫൻ മച്ചുകൾ ഉണ്ടാക്കിക്കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ മേൽപ്പുരകൾ ഉണ്ടാക്കിക്കൊടുക്കുമായിരുന്നു, മിൻ ഫില്ലത്തിൻ വെള്ളിയാലുള്ള മച്ച്, വെള്ളിയാലുള്ള മേപ്പുര നാം അവർക്കുണ്ടാക്കി കൊടുക്കുമായിരുന്നു. അള്ളാഹ് പുറപ്പെടുത്തുന്നതാ. അതുപോലെ മആരിജ കയറിപ്പോകുവാനുള്ള കോവണികളും ഉണ്ടാക്കുമായിരുന്നു. മആരിജ പറഞ്ഞാൽ കോവണികളും നാം ഉണ്ടാക്കുമായിരുന്നു. ഗോണി എന്നൊക്കെ പറയില്ല. കോവണികളും ഉണ്ടാക്കുമായിരുന്നു. അലൈഹ അതിന്മേൽ യദ്ഹറൂൻ അവർ കയറിപ്പോവുകയും ചെയ്യും. അങ്ങനെയുള്ള ഗോവണികളും അവർക്ക് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അപ്പോൾ ഈ 33-ാമത്തെ ആയത്തിൽ അള്ളാഹു ഒന്നും കൂടെ വിശദീകരിക്കുക. എല്ലാവർക്കും അങ്ങനെ സമ്പത്ത് വാരിക്കോരിക്കൊടുത്ത് എല്ലാവരും ദുനിയാവിലുള്ള വലിയ വലിയ സമ്പന്നരും ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്ത വിധത്തിലുള്ള അവസ്ഥ എല്ലാവർക്കും ഉണ്ടാക്കിക്കൊടുത്തു അള്ളാഹു എന്ന് വെക്കുക. അത് പറയുകയാണത്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല? എല്ലാവരെയും ഒരുപോലെ സമ്പന്നന്മാരാക്കാൻ അള്ളാഹുവിന് കഴിയുമല്ലോ. എല്ലാവരെയും സ്വയം പര്യാപ്തനാക്കാനും അള്ളാഹുവിന് വേണമെങ്കിൽ വിചാരിച്ചാൽ കഴിയുമല്ലോ. എന്തുകൊണ്ട് അള്ളാഹു അങ്ങനെ സർവ്വ മനുഷ്യരെയും സ്വയം പര്യാപ്തരായ, ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്ത വിധത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സമൂഹമാക്കിയില്ല? അതിനുള്ള പറയുന്ന മറ്റൊരു കാരണമാണ്, അങ്ങനെ എല്ലാവരെയും അങ്ങനെ ആക്കിയിരുന്നുവെങ്കിൽ, എല്ലാവരെയും ഉന്നത പദവികളിൽ മാത്രം അള്ളാഹു ഇഹലോകത്ത് നിലനിർത്തിയിരുന്നുവെങ്കിൽ എന്തുണ്ടാകും? അവർ ദുഷിച്ച ഒരു സമൂഹമായി മാറും. ആർക്കും ആരെയും വേണ്ടാത്തൊരവസ്ഥ ഉണ്ടാകുമ്പം കൊല്ലലും അല്ലേ, കൊലപാതകവും അതുപോലെ പിടിച്ചു പറയും. അതുപോലെ ആരെയും വില വെക്കാത്ത ഒരവസ്ഥ അല്ലേ ലോകത്ത് വരിക. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി കൂടിയാണ് അള്ളാഹു ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ അങ്ങോട്ടേക്ക് എല്ലാ വിഭവങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ അവർ ദുഷിച്ചു പോകും മനുഷ്യരും. അങ്ങനെ ദുഷിച്ച ഒരു മനുഷ്യരാകുമായിരുന്നില്ല ജനങ്ങളെങ്കിൽ, എല്ലാം നല്ലപോലെ സമ്പത്തും മറ്റു കാര്യങ്ങളും ഒക്കെ ലഭിച്ചു കഴിഞ്ഞാൽ മനുഷ്യരൊക്കെയും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ഉത്തമമായ നല്ലൊരു സമൂഹമായി മാറുമായിരുന്നെങ്കിൽ, അങ്ങനെ ഒരൊറ്റ കുട്ടിയിലും ഒരു അധാർമിക പ്രവർത്തനങ്ങളും വരാത്ത വിധത്തിലുള്ള ഒരു ഉയർന്ന ഉന്നതമായ സമൂഹമായിട്ട് അവർ മാറും. എല്ലാം അവർക്ക് കിട്ടിയാൽ അങ്ങനെ ആയിരുന്നെങ്കിൽ അള്ളാഹു അവർക്കെല്ലാവർക്കും ഇതുപോലെ സമ്പത്ത് കൊടുക്കുമായിരുന്നു. പക്ഷേ ലോകത്തിൻ്റെ അവസ്ഥ അങ്ങനെയല്ലല്ലോ. മാനവ ചരിത്രം അങ്ങനെയല്ലല്ലോ. മനുഷ്യകുലത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, എന്നും ഏത് കാലത്തും
സമ്പന്നവർഗം, വരേണ്യവർഗം, അധികാരം ലഭിച്ച വർഗം, അവരാണ് നാട്ടിൽ എന്നും എന്നും കുഴപ്പത്തിന് മുമ്പിൽ നിന്നിട്ടുള്ളത്. എന്നും അക്രമവും അനീതിയും അവരുടെ ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത്. അള്ളാഹുവിനെയും മതത്തെയും ധിക്കരിക്കുന്ന അവസ്ഥ അവരിൽ നിന്നാണ് ആദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് കൂടുതൽ എന്തെങ്കിലും ദുനിയാവ് കിട്ടും തോറും അവർ കൂടുതൽ തെമ്മാടികളായി ദുർനടപ്പുകാരായിട്ട് മാറുക ചെയ്യുക. അങ്ങനെ ആയിരുന്നില്ല മനുഷ്യൻ്റെ അവസ്ഥയെങ്കിലോ എല്ലാവർക്കും ഉള്ള വാരിക്കോരി കൊടുക്കുമായിരുന്നു എന്നാ. അപ്പോൾ എന്തുകൊണ്ട് കുറേ ആൾക്ക് ഇത് കൊടുത്തു, വേറെ കുറേ ആൾക്ക് കൊടുത്തില്ല എന്നതിൻ്റെ രണ്ട് ന്യായമാണ് പടച്ചറബ് പറഞ്ഞത്. ഒന്ന് അള്ളാഹുവാണ് അവർക്ക് വിഭജിച്ച് നൽകുന്നത്. അത് ആർക്ക് എത്ര വീതം കൊടുക്കണം എന്നുപോലെ അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അതോടൊപ്പം തന്നെ അങ്ങനെ ചിലരെ ഉയർത്തിയും ചിലരെ താഴ്ത്തിയും വെച്ചത് പരസ്പരം കീഴൊതുങ്ങി സമാധാനപൂർവമായ ഒരു ജീവിതം ലഭിക്കുന്നതിന് വേണ്ടി കൂടിയാണ്. പിന്നെ അള്ളാഹു പറഞ്ഞൊരു ന്യായം, എല്ലാവർക്കും ഇതുപോലെ ഒരേ അവസ്ഥയിലുള്ള സാമ്പത്തിക സ്ഥിതി നൽകാതിരിക്കാനുള്ള കാരണം അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെയും ദുഷിച്ചു പോയൊരു സമൂഹമായി മാറും. അങ്ങനെ മാറൂല എന്നതാണ് മനുഷ്യകുലത്തിലെ ചരിത്രമെങ്കിൽ അള്ളാഹു എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പക്ഷേ ആ ചരിത്രം അങ്ങനെ അല്ലല്ലോ. അപ്പോൾ ഈ രണ്ട് ന്യായങ്ങൾ, മൂന്ന് ന്യായങ്ങൾ രണ്ടായത്തിലൂടെ ആയിട്ട് അള്ളാഹു നിരത്തുകയാണ്. എന്തിനാ ഈ ആയത്തിന് ഈ ഇത് നിരത്തിയത്? എന്തുകൊണ്ട് നാട്ടിലെ പ്രമാണിമാരായ ഏതെങ്കിലും ഒരാൾക്ക് വിശുദ്ധ ഖുർആൻ അവതരിച്ച് കിട്ടിയില്ല എന്നുള്ള അവരുടെ ചോദ്യത്തിൻ്റെ ഉത്തരാ പടച്ചോൻ പറഞ്ഞത്. 33 ആയത്തിൻ്റെ തുടർച്ചയായിട്ട് തന്നെ 34, 35 എന്തുകൊണ്ട് അള്ളാഹു എല്ലാവർക്കും ഇങ്ങനെ ഒരുപോലെ സമ്പത്തും പിന്നെ സ്ഥാനമാനങ്ങളും നൽകിയില്ല എന്നതിനുള്ള കാരണം പറയുക തന്നെയാണ്. അവർക്ക് വെള്ളി കൊണ്ടുള്ള മച്ചും പിന്നെ കോണിയൊക്കെ അള്ളാഹു നൽകുമായിരുന്നു, ജനങ്ങൾ പരസ്പരം ആക്രമിക്കാതെ നല്ല നിലയ്ക്ക് ജീവിക്കുമായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് തുടർച്ച. വലി ബുയൂത്തിഹിം, അവരുടെ വീടുകൾക്കും അള്ളാഹു നൽകുമായിരുന്നു, അബ്വാബൻ, വാതിലുകൾ നൽകുമായിരുന്നു. മേലെ പറഞ്ഞല്ലോ, വെള്ളിയുടെ മേപ്പുര അള്ള വിചാരിച്ചാൽ നൽകും. അതുപോലെ തന്നെ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അള്ളാഹു അവർക്ക് വെള്ളിയുടെ തന്നെ വാതിലുകളും നൽകുമായിരുന്നു. വസുറൂറൻ, കട്ടിലുകളും നൽകുമായിരുന്നു. ആ കട്ടിലും വെള്ളിയുടെ കട്ടിൽ തന്നെ നൽകുമായിരുന്നു എന്നും അർത്ഥം കൽപ്പിക്കാവുന്ന. മേലെ പറഞ്ഞ മച്ച് പറഞ്ഞല്ലോ, മേപ്പുര വെള്ളി കൊണ്ട് കൊടുക്കുന്നുള്ളത്. അതുപോലെ തന്നെ അതുപോലെയുള്ള വാതിലുകളും കട്ടിലുകളും അലൈഹ, അതിന്മേൽ യത്തക്കിഊൻ, അവർ ചാരിയിരിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയും അള്ളാഹു കൊടുക്കാൻ കഴിയും. വസുഹ്റുഫൻ, അലങ്കാരവും അള്ളാഹു നൽകുമായിരുന്നു ഇവർക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ അള്ളാഹു വിചാരിച്ചാൽ അവർക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നു എന്നാ. അള്ളാഹു ഈ മനുഷ്യകുലത്തിലെ ഓരോ വ്യക്തിക്കും വേണമെങ്കിൽ ഇതൊക്കെ കൊടുക്കാൻ അള്ളാഹ്ക്ക് കഴിയും. വെള്ളിയുടെ മേപ്പുരയും കോവണികളും, കയറിപ്പോകാനുള്ള കോവണികളും, അതുപോലെ തന്നെ അലങ്കൃതമായ വാതിലുകളും അതുപോലെയുള്ള കട്ടിലുകളും ഒക്കെ അള്ളാഹു കൊടുക്കാൻ കഴിയും. വസുഹ്റുഫൻ, അലങ്കാരവും അള്ളാഹു അവർക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നു. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പട്ടിൻ്റെയും തങ്കത്തിൻ്റെയും അതേപോലെയുള്ള വിലപിടിപ്പുള്ള രത്നങ്ങളാലും ഒക്കെയുള്ള അലങ്കാരങ്ങളും അള്ളാഹുവിന് അവർക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇതൊക്കെ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാത്തത് അവർ തമ്മിൽ അക്രമികളായി തീരും എന്നതുകൊണ്ടാണ്. എന്നിട്ടല്ല പറയാ, വ ഇൻകുല്ലു ദാലിക, ഇവയെല്ലാം ഈ പറഞ്ഞ ദുനിയാവിലെ കാര്യങ്ങൾ പറഞ്ഞല്ലോ ഓരോന്നോരോന്നും, അവയെല്ലാം ലമ്മാ മതാഉൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിൻ്റെ വിഭവങ്ങളല്ലാതെ മറ്റൊന്നുമല്ല. വ ഇൻ കുല്ലു, ഇത് ഓരോന്നുമല്ല, ദാലിക, ഇവയിലുള്ള ഓരോന്നും അല്ല, ലമ്മ അല്ലാതെയല്ല, മത്താഴ് വിഭവങ്ങളല്ലാതെ മറ്റൊന്നുമല്ല, അൽ ഹയാത്തി ദുനിയ ഇഹലോക ജീവിതത്തിൻ്റെ. ഇവിടുത്തെ ലമ്മ എന്ന് പറഞ്ഞാൽ ഇല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമല്ലോ, ഒഴികെ എന്നുള്ളത്. ആ ലമ്മക്ക് ഇവിടെ ഇല്ല, ഒഴികെ എന്നർത്ഥമാണ്. മതാഉൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിതത്തിൻ്റെ വിഭവങ്ങളല്ലാതെ മറ്റൊന്നുമല്ല ഇവയെല്ലാം. വൽ ആഖിറത്തു, പരലോകം, ഇൻദ റബ്ബിക, നിന്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ, ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്ന അഥവാ മുത്തഖികൾക്ക് ഉള്ളതാകുന്നു. അല്ലാഹു ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും നിരത്തി വെച്ചുകൊണ്ട് പറഞ്ഞിരിക്കുക. അവർ പറഞ്ഞ ന്യായത്തിൻ്റെ ഏത് ന്യായം? ഖുർആൻ ഇറങ്ങേണ്ടത് ഭൗതികമായി വലിയ നിലയും വിലയൊക്കെയുള്ള ആൾക്കാർക്കല്ലേ, നാട്ടിലുള്ള വലിയ ആൾക്കാർക്കല്ലേ എന്നുള്ള അവരുടെ ചോദ്യത്തിൻ്റെ ദുർന്യായത്തിൻ്റെ മറുപടിയാണ് ഈ പറഞ്ഞ ആയത്തുകളിലൊക്കെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. 32, 33, 34, 35 ഈ 4 ആയത്തിലും അള്ളാഹു അവർ പറയുന്ന ഈ ന്യായത്തിൻ്റെ ദുർബലത അല്ലെങ്കിൽ അതിൻ്റെ യുക്തിരാഹിത്യമാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. കൂടുതലായിട്ട് പഠിക്കുക, മുത്തഖികളായി ജീവിക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും മുത്തഖികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.